അതെ, നമ്മളിന്ന് നമ്മളെ ഗാർഡനൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നേ അല്ലേ. നമ്മളെ ഗാർഡനിലൊക്കെ ഫുള്ള് പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ഞാനും പാപ്പും അപ്പയും കൂടെ വന്നേ. ആമിദീദി സ്കൂളിൽ പോയി അല്ലേ. ചൊരനുണ്ട് ചൂടെടുത്തിട്ട് പാപ്പുന്നല്ലേ. അപ്പോൾ നമുക്കിവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത് കളിക്കാം. അയ്യോ, കത്രിക എടുത്ത് കളിക്കാൻ പാടില്ല, ദൂരെ വെച്ചോ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിപ്പോഴത്തെ ഗാർഡൻ്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആസി കുറേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പാരിജാതത്തിൻ്റെ താഴെയൊക്കെ ഫുള്ള് പുല്ലറിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെയൊക്കെ കുറേ ഞങ്ങൾ മഴയായിട്ട് കുറേ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങറില്ല അങ്ങനെ. അതെ, ഇവിടെയൊക്കെ ഫുള്ള് പുല്ലാണ്. പിന്നെ ഈ ഏരിയയിൽ അതേപോലെ കേട്ടോ. ഈ ഏരിയയൊക്കെ കുറച്ച് നല്ല അബദ്ധമായിട്ടുണ്ട്. കണ്ടോ, വലിയ വലിയ പുല്ലുകൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വല്ല ജീവി ഉണ്ടോയെന്ന് അറിയില്ല അല്ലേ. ഫുൾ കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെച്ചിപ്പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ നാളായിട്ട് കാണാത്തതുകൊണ്ട് നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ കുഞ്ഞൻ പ്ലാവാണേ. പക്ഷെ ഇതിലും ഒരു കുഞ്ഞു ചക്ക ഉണ്ടാവുന്നുണ്ട് അല്ലേ പാപ്പു. പാപ്പു ഭയങ്കര ഹെൽപ്പിങ് അവിടെ. കാണില്ലല്ലോ. പാപ്പു ഹെൽപ്പ് ചെയ്യില്ല അപ്പനെ. കത്രിക വെച്ചിട്ടാണ് കളിക്കുന്നതല്ലേ. നമ്മൾ ഈ പാരിജാതത്തിൻ്റെ മേലെ കുറച്ച് കട്ട് ചെയ്തിട്ടോ. നല്ല ഹൈറ്റാണ്. അപ്പോൾ അത് വലിയ മരമാവെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. നീ ഇതിനെ ഷേപ്പാക്കി കൊണ്ടിരിക്കുക. ഈ ഏരിയ ഇങ്ങനെ കേട്ടുള്ളേ. ഇത് കാട് പിടിച്ചിട്ടുണ്ട്. അടുത്ത ഈ ഭാഗത്തും ഇതിൻ്റെ ശരിക്കും അടിഭാഗം അങ്ങനെ കുറച്ച് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, തിക്കായിട്ട്. പക്ഷെ ഇതിനൊക്കെ ഇനി നമ്മൾ അടിഭാഗമൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ആക്കണം. പാപ്പു തൽക്കാലം രാജിവെച്ച് പോയിട്ടുണ്ട്. അവളെ കൊതുക് കടിക്കാം. അപ്പോൾ അവൾ ഇവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ മുഴുവൻ ശരിയാക്കില്ല, കുറച്ച് ഭാഗം ഒന്ന് സെറ്റാക്കും. കാരണം അത്ര അങ്ങോട്ടേക്കും ഉണ്ട്, അത് മുഴുവൻ ചെയ്യാൻ കഴിയില്ല. കിടന്ന് പണിയെടുക്കുന്ന ആസിനെ കാണിച്ചു തരാം. ഇവിടെ ഫുൾ പണി കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്.
അവാർഡ് ഉണ്ട് ഇന്ന് വൈകുന്നേരം. എനിക്കാണ് അവാർഡ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ക്ലീൻ. ഇനി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നേ. ഇത് ഞാൻ ചെയ്തല്ല. ഇവിടെ ഞാനാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിച്ചൊക്കെ വരണേ. അപ്പാണ് പാപ്പു അടിച്ച് അല്ല ഇതാക്കിയല്ലേ, അടിച്ചു വരാൻ വന്ന് ഹെൽപ്പ് ചെയ്ത്. വേഗം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു അല്ലേ, ഫുള്ള് ക്ലീൻ. എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഏരിയ മാത്രം ക്ലീൻ ചെയ്തിട്ട് നിർത്തി. കാരണം അത്രേ പറ്റുന്നുള്ളൂ, ഒരു ദിവസം കൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിർത്തി. ഇത് ദൂരെ അവിടെയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കലാത്തിലുത്തിയും അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു. പിന്നെ അതേപോലെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു മൊത്തത്തിൽ. പിന്നെ ഈ ഏരിയ ഒന്ന് ജസ്റ്റ് കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി സെക്ഷൻ അടുത്തത് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഈ ചില കാലാവസ്ഥയിലുണ്ടല്ലോ, നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ മൂടിയൊരു കാലാവസ്ഥയല്ലേ, അപ്പോൾ ഒരു ഭയങ്കര ഒരു നമുക്കൊരു ഭയങ്കര ഒരു മൂഡ് ഓഫ് ഒക്കെ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്താൽ കുറച്ചുകൂടെ ഒരു പോസിറ്റിവിറ്റി കിട്ടും. ഇന്ന് അങ്ങനത്തെയൊക്കെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ.